നമ്മുടെ റൂഹിനെ പിടിക്കുന്ന ആ രംഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. 4 പരീക്ഷണങ്ങൾ അതിജീവിക്കാതെ ഒരാളുടെ മരണം നടക്കുകയില്ല. ഒന്നാമത്തത് സക്രത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന അവൻ അനുഭവിക്കണം. രണ്ടാമത്തത് മുഷാഹദത്തുൽ മലക്കുൽ മൗത്ത്, അസ്രാഈൽ അലൈഹിസ്സലാമിനെ നേരിട്ടവൻ ദർശിക്കും, കാണും. മൂന്നാമത്തത് മുഷാഹദത്തുൽ മലക്കൈനിൽ ഹാഫിളൈനി, നമ്മുടെ വലതും ഇടതും നമ്മുടെ കർമ്മങ്ങൾ ഒപ്പിയെടുക്കുന്ന ഹഫളത്തിന്റെ 2 മലക്കുകൾ വന്ന് നമ്മോട് യാത്ര ചോദിക്കും. ഇത്രയും കാലം നമ്മുടെ നന്മകളും തിന്മകളും എഴുതിയ മലക്കുകൾ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വട്ടച്ചലവുമായി ബന്ധപ്പെട്ട ചില്ലറ നമുക്ക് ഈ ബക്കറ്റിലാണ് വീഴേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 100 രൂപ കുറയാതെ സംഭാവനകൾ ഇടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തഖബ്ബലല്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തത് നരകവും അവൻ കാണും, സ്വർഗവും കാണാതെ മരിക്കുകയില്ല. ഇത് 4ഉം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മരണത്തിനൊരു വേദനയുണ്ട്. കാരണം റൂഹ് ശരീരത്തിന്റെ ഒരു സെല്ലിൽ മാത്രമല്ല, മുഴുവൻ ബോഡിയിലുമായി നിൽക്കുന്ന ഒരു ചൈതന്യമാണ് റൂഹ്. ആ റൂഹിനെ പിടിക്കുമ്പോൾ അതിൻ്റെതായ വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. മുത്തുനബി പറയുകയാണ്, ആ വേദന എങ്ങനെയാണെന്നറിയുമോ? ഖദ്റു സലാസുമിഅതി ലർബത്തിൻ ബിസ്സൈഫ്, വാളുകൊണ്ട് 300 തവണ വെട്ടുന്ന വേദനയാണ് മരണത്തിന്റെ വേദനയെന്ന് നബിയുനാ റസൂലുള്ളാഹി. വാളുകൊണ്ട് 300 തവണ ഒരേ സമയം വെട്ടിയാലുള്ള വേദന. അല്ലാഹു നമ്മുടെ വേദന എളുപ്പമാക്കി തരട്ടെ. ഒരിക്കൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ലാഹു ചോദിച്ചു, കൈഫ വജത്തൽ മൗത യാ ഖലീലി, എൻ്റെ ഇഷ്ടപ്പെട്ട ചങ്ങാതിയല്ലേ താങ്കൾ, ആത്മമിത്രമല്ലേ, അങ്ങ് മരണപ്പെട്ടപ്പോൾ മരണം എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, കസുഫൂദിൻ ജുഇല ഫീ സൂഫിൻ റത്ബിൻ സുമ്മ ജുദിബാ. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് അനുഭവപ്പെട്ടത് ഇരുമ്പിന്റെ ഒരു കമ്പി പോലെ. ആ കമ്പിയിൽ പച്ചയിറച്ചി കോർത്തിട്ട് അതിനെ തീക്കനലിന്റെ മുകളിൽ കാണിച്ച് അതിനെ ശബായ എന്ന് ജനങ്ങൾ വിളിക്കും. ആ രൂപത്തിലുള്ള കമ്പി, ആ പച്ച കമ്പി, ഇരുമ്പിന്റെ കമ്പി, ജുഇല ഫീ സൂഫിൻ റത്ബിൻ, അതാ നനഞ്ഞ കമ്പിളി രോമത്തിലേക്ക് കുത്തിയിറക്കി, സുമ്മ ജുദിബ, പിന്നീട് അതിനെ വലിക്കുമ്പോൾ ആ രോമങ്ങളെല്ലാം ഉടക്കി നിൽക്കുന്ന വേദനയാണ് എനിക്കുണ്ടായതെന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. അപ്പോ അല്ലാഹു പറഞ്ഞു, യാ ഇബ്രാഹിം, അതല്ല മരണത്തിന്റെ വേദന. അമാ ഇന്നാ ഖദ് ഹവ്വന്നാ അലൈക, താങ്കൾക്ക് ഈ വേദന അനുഭവപ്പെട്ടത് നാം അതിനെ ലഘൂകരിച്ചത് കൊണ്ടാ, നാം അതിന്റെ കട്ടി കുറച്ചത് കൊണ്ടാ, അതല്ല വേദന എന്ന് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുകയാണ്. ഇനി മൂസാ നബിയുടെ റൂഹ്, ലമ്മാ സ്വാറത്ത് റൂഹുഹു ഇലല്ലാഹ്, കലീമുല്ലാഹി, തൗറാത്ത് കൊടുത്ത അല്ലാഹുമായി വർത്തമാനം പറഞ്ഞ കലീമുല്ലാഹ്, മൂസാ നബിയുടെ റൂഹ് അല്ലാഹുവിലേക്ക് എത്തിയപ്പോൾ അല്ലാഹു കലീമുല്ലാഹി മൂസാ നബിയോട് ചോദിച്ചു, കൈഫ വജത്തൽ മൗത യാ മൂസാ, എങ്ങനെയുണ്ട് മരണം മൂസാ? മൂസാ നബി പറഞ്ഞത് മറ്റൊരു രൂപത്തിലാ. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, വജത്തുഹാ കഉസ്ഫൂരിൻ, എനിക്കെന്റെ മരണവേദന തോന്നിയത് ഒരു കിളിയെ പോലെ, യുഖ്ലാ അലൽ മഖ്ലി, അതിനെ വറച്ചട്ടിയിലിട്ട് വറുക്കുന്നു. ജീവനോടെ വറച്ചട്ടിക്കകത്തിട്ട് വറുക്കുന്ന ഒരു കിളിയെ പോലെ. ലായമൂത്തു, അത് മരിക്കുന്നില്ല. അത് മരിച്ചാൽ ഫയസ്തരീഹു, അതിന് സുഖം കിട്ടിയേനെ, മരിച്ചു, ആ വേദന തീർന്നു.
നോക്കൂ, വലായതീറു, അതിന് പറക്കാൻ കഴിയുന്നില്ല. ഫയഞ്ചു, അത് പറന്നിരുന്നെങ്കിൽ ഈ വറക്കലിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. വറുക്കപ്പെടുന്ന ചട്ടിയിലിട്ട് വറുക്കപ്പെടുന്ന ഒരു കിളി അനുഭവിക്കുന്ന വേദനയാണ് എനിക്ക് തോന്നിയത്. മൂസാ നബി മറ്റൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു, വജത്തുഹാ കശാത്തിൻ തുസ്ലഹു ബിയദിൽ ഖസ്സാബ്. എനിക്കെന്റെ മരണവേദന തോന്നിയത് ഒരു കശാപ്പുകാരൻ ജീവനുള്ള ആടിനെ അറുത്തിട്ട് തൊലി ജീവനോടെ ഉരിക്കുന്നതിൻ്റെ വേദനയാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം സക്കറാത്തിന്റെ വേദനകളാ. അല്ലാഹു തആല പടച്ചവൻ ഹബീബിങ്ങളെ ദുആ ചെയ്യുന്ന അല്ലാഹുവിനോട് സക്കറാത്ത് എളുപ്പമായി കിട്ടാൻ, സക്കറാത്ത് എളുപ്പമായി കിട്ടാൻ. ആ സമയത്ത് സുഹൃത്തുക്കളെ, വായിലൂടെ പതയും നൊരയും മൊക്കറയിടുന്ന രംഗവും ഒക്കെ പലർക്കുണ്ടാവാറുണ്ട്. അല്ലാഹു കാക്കട്ടെ. ആ സമയത്ത് ഇന്ന ഇബ്ലീസ ഇബ്ലീസ് ഏറ്റവും നമ്മുടെ അടുത്തേക്ക് വരുന്ന ഘട്ടമാണ് റൂഹ് തൊണ്ടക്കുഴിയിൽ വരുമ്പോ. ഭയങ്കര ദാഹമാണ് ആ സമയത്ത്. നസ്ഇന്റെ സമയം എന്ന് പറയും, ആത്മാവിനെ ഉരിച്ചെടുക്കുന്ന സമയം. ആ സമയത്ത് ചുണ്ടൊക്കെ ഇങ്ങനെ ഉണങ്ങും. ഇമാം ജീലി തങ്ങൾ പറയുന്നുണ്ട്, ആ സമയത്ത് വെള്ളം തൊട്ട് നനച്ചു കൊടുക്കൽ സുന്നത്താണ്. ആ സമയത്ത് ഇബ്ലീസ് വന്നിട്ട് പറയും, ഖുൽ ലാ ഇലാഹ ഗൈരി, നീ പറ. നല്ല കൂജയിലെ വെള്ളം കാണിച്ചിട്ട് പറയും, നീ പറ, ഞാനല്ലാതെ ഇലാഹില്ല എന്ന് പറ, ഞാൻ നിനക്ക് ഒഴിച്ചു തരാം. ഇവിടെ മജ്‌ലിസുന്നൂർ ഉണ്ടോ? ഇല്ലേ? ഇവിടെ ഇല്ലല്ലേ. മജ്‌ലിസുന്നൂറിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ നടപ്പിലാക്കിയ മജ്‌ലിസുന്നൂറിൽ ഇടയ്ക്ക് കാണും അല്ലേ ഈ ഇബ്ലീസ് കൂസിന ദാഹം മൗത്തത് കൂട്ടിടും കാട്ടിടും. ഇബ്ലീസ് കൂസിനെ കാട്ടിടും. അല്ലാഹു കാക്കട്ടെ. ഇബ്ലീസ് വെള്ളം നിറച്ച കൂജയെ കാണിച്ചിട്ട് പറയും, നീ പറയൂ, ഞാനാണ് ഇലാഹെന്ന് പറയൂ, ഞാനാണ് ഇലാഹെന്ന് പറയൂ. നോക്ക്, ചുണ്ടെല്ലാം ഉണങ്ങും. ആ സമയത്ത് ഇമാം ജീലി തങ്ങൾ പറഞ്ഞു, വൃത്തിയുള്ള തുണി നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് മരണാസന്നന്റെ ചുണ്ടിൽ ആ വെള്ളം തേച്ചു കൊടുക്കണം. തജിരി എന്ന് പറയും. അല്ലാഹു തആല പടച്ചവൻ നമ്മുടെ മരണവേദന ദാഹം എളുപ്പമാക്കി തരട്ടെ. ആ സമയത്ത് സൂറത്തുൽ വാഖിഅ അല്ലാഹു പറയുകയാണ്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ വഅൻതും ഹീനഇദിൻ തൻളുറൂൻ, ബന്ധുക്കൾ ചുറ്റിലും നിൽക്കുന്നു, മക്കളുണ്ട്, മരുമക്കളുണ്ട്, നിങ്ങളെല്ലാം ആ രംഗം നോക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, ഈ മൗത്ത്, ഈ മയ്യത്തിനോട് ഏറ്റവും അടുത്തത് നാമാണ്, നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ മയ്യത്തിനെ പരിപാലിക്കുന്നു, എൻ്റെ മലക്കുകൾ റൂഹിനെ പരിപാലിക്കുകയാണ്, അതിനെ പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ്. ആ രംഗമാണ് നിങ്ങൾ കാണുന്നില്ലെങ്കിലും നടക്കുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? ബഹുമാനപ്പെട്ടവരെ, എല്ലാ ബന്ധുക്കളും വന്നിട്ടുണ്ട്. നോക്കൂ, നമ്മളാണെങ്കിൽ ആ സമയത്ത് പരിഭ്രാന്തരാണ്. അവർ നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ആ റൂഹിനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? കഴിയല സുഹൃത്തുക്കളെ. അല്ലാഹു നമ്മുടെ സക്കറാത്തിന്റെ വേദന എളുപ്പമാക്കി തരട്ടെ. ഒന്ന്. രണ്ടാമത്തെ പ്രതിസന്ധി മുശാഹദത്തു മലക്കുൽ മൗത്ത്, മരണത്തിനെ, മാലാഖയെ, മലക്കുൽ മൗത്തിനെ കണ്ടിട്ടേ നമ്മൾ മരണപ്പെടുകയുള്ളൂ. കണ്ടോ? മലക്കുൽ മൗത്തിനെ കാണും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഒരിക്കൽ മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, ഫഹൽ തസ്തതിഉ അൻ തുരിയനി കൈഫ തഖ്ബലു റൂഹ ഫാജിരിൻ, ഈ ലോകത്ത് പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ചെയ്തുകൊണ്ട് നടന്ന തെമ്മാടിയുടെ റൂഹിനെ പിടിക്കുന്നത് നീ എനിക്ക് കാണിച്ചു തരുമോ? അപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇബ്രാഹിം, താങ്കൾക്കത് കാണാൻ കഴിയില്ല, താങ്കൾക്കത് സഹിക്കാൻ പറ്റൂല, എൻ്റെ ആ സമയത്തെ രൂപം. അപ്പോ മലക്കുൽ മൗത്തിന് തോന്നി, ഇബ്രാഹിം നബിക്ക് വിഷമമായോ? ശരി ഇബ്രാഹിം, ആ മുഖം ഒന്ന് മാറ്റിക്കേ.
ഇബ്രാഹിം നബി മുഖം തിരിച്ചു. ഇനി നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ മലക്കുൽ മൗത്തിന്റെ രൂപം കിതാബിൽ കാണാം. ഫൈദാ ഹുവ ബിറജുലിൻ അസ്വദു ഖായിമുശ് ശഅർ മുൻതിനുർ റീഹ് അസ്വദുസ് സിയാബ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് കേൾക്കുമ്പോ ഭയപ്പെട്ടു പോകും സഹോദരിമാരെ, യുവാക്കളെ. നോക്കൂ, ഫൈദാ ഹുവ ബിറജുലിൻ അസ്വദ്, ഒരു കറുത്ത മനുഷ്യൻ, ഖായിമുശ് ശഅർ, മുടി എഴുന്നേറ്റു നിൽക്കുന്നു, മുൻതിനുർ റീഹ്, അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നു, അസ്വദുസ് സിയാബ്, കറുത്ത കോട്ടാണ് ധരിച്ചിരിക്കുന്നത്, യഖ്റുജു മിൻ ഫീഹി വമനാഖിരിഹി, വായിലൂടെയും മൂക്കിന്റെ നാസാരന്ധ്രങ്ങളിലൂടെയും പുറപ്പെടുന്നു. എന്താ പുറപ്പെടുന്നത്? തീജ്വാലയും പുകയും. ഈ ഭയാനകമായ രംഗം കണ്ടിട്ട് ഇബ്രാഹിം നബി ബോധരഹിതനായി വീഴുകയാണ്. എങ്ങനെ സഹിക്കും ഈ രൂപം കാണാൻ? സുഹൃത്തുക്കളെ, പാപികളുടെ ജീവനെ പിടിക്കാൻ വരുന്ന മലക്കിന്റെ രൂപമാണിത്. ഇബ്രാഹിം നബി ബോധം തെളിഞ്ഞു. മുഅ്മിനിന്റെ റൂഹിനെ പിടിക്കുന്ന രംഗമോ, നല്ല സുന്ദരൻ, വെളുത്ത വസ്ത്രം, സുഗന്ധം വമിക്കുന്നു. ഹദീസിൽ ആ വിവരണമുണ്ട്. മലക്കുൽ മൗത്ത് മുഅ്മിനിന്റെ അടുക്കൽ വരുന്നത് വളരെ ഭംഗിയുള്ള രൂപത്തിലായിരിക്കും. നോക്കൂ, ഒരു ബൊക്കെ കൊണ്ടുവരും. 500ഓളം പെർഫ്യൂമിന്റെ നാളികൾ അതിലുണ്ടാകും. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അടക്കൊരു കാര്യം, കുറച്ച് കവറുകൾ കൊടുക്കുകയാണ്. നിങ്ങളൊരു ഹദിയ നാളെ അതിലിട്ട് ബഹുമാനപ്പെട്ട പ്രഭാഷകൻ തങ്ങൾ, അല്ലേ, ബഹുമാനപ്പെട്ട സുഹൈൽ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണം. ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും. സുഹൃത്തുക്കളെ, ഞാനിതുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ദുആ ചെയ്യാനുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മലക്കുൽ മൗത്തിനെ കാണുന്ന രംഗമാണിത്. ഇനി കാണുന്നത് 2 മലക്കുകളെയാ. ആരാണ് ആ മലക്കുകൾ? وَإِنَّ عَلَيْكُمْ لَحَافِظِينَ كِرَامًا كَاتِبِينَ يَعْلَمُونَ مَا تَفْعَلُونَ. അല്ലാഹു പറയുകയാ, വഇന്ന അലൈക്കും ലഹാഫിലീൻ, ഹഫളത്തിന്റെ 2 മലക്കുകളെ നിങ്ങളെ ഉത്തരവാദപ്പെടുത്തിയിട്ടുണ്ട്. കിറാമൻ കാതിബീൻ, അവരാദരണീയരായ എഴുത്തുകാരാണ്, അവരെഴുതിക്കൊണ്ടിരിക്കുകയാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവരറിയുന്നുണ്ട്. ആ മലക്കുകളുടെ ഇരിപ്പിട സ്ഥാനം വലതുതോളും ഇടതുതോളുവാ. മനസ്സിലായോ? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മനുഷ്യനൊരു വാക്കും ഉച്ചരിക്കുകയില്ല, റഖീബും അതീദും രേഖപ്പെടുത്തിയിട്ടല്ലാതെ. വലതുഭാഗത്തെ മലക്ക് നന്മ എഴുതുന്ന മലക്കുകളാ. ആ മലക്കാണ്. ആ മലക്കിന് ക്യാബിനറ്റ് റാങ്കാ. ആ മലക്ക് ഞാനും നിങ്ങളും ഒരു ഇബാദത്ത് ചെയ്താൽ, ഒരു ദിക്ർ ചെയ്താൽ, ഒരു സദഖ കൊടുത്താൽ, പള്ളിക്ക് വേണ്ടി ഒരു തരി സ്വർണം കൊടുത്താൽ, വലതുഭാഗത്തെ മലക്കെഴുതും, ഇടതുഭാഗത്തെ മലക്കിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ, ഒരു ഗീബത്ത് പറഞ്ഞു, ആരും പറയരുത്, കൂട്ടുകാരെ പറ്റി പരദൂഷണം പറയരുത്, പറഞ്ഞാൽ ഇടതുഭാഗത്തെ മലക്ക് സ്വന്തം എഴുതൂല്ല, വലതുഭാഗത്തെ മലക്കിനോട് കൂടിയാലോചിക്കും. വലതുഭാഗത്തെ മാലാക പറയും 3 മണിക്കൂർ വെയിറ്റ് ചെയ്യൂ. ആ മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്താൽ എഴുതേണ്ടതില്ല. കണ്ടോ? ഇതൊക്കെ കിതാബിൽ ഹദീസിൽ ആയത്തിന്റെ താഴെ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആർക്കും ഒരു ഫിത്നയും ഒരു പാരയും പണിയരുത്. ജമാഅത്തിലോ അയൽവാസികൾക്കോ കൂട്ടത്തിൽ ജീവിക്കുന്ന സഹജീവികൾക്കോ നമ്മൾ ആർക്കും ഒരു അക്രമവും ചെയ്യരുത്. ഉപകാരം ചെയ്യുക. അല്ലാഹു പടച്ചവൻ നല്ല മനസ്സിന്റെ ഉടമകളാക്കി തരട്ടെ. അതാ 2 മലക്കുകൾ ബുദ്ധിയും പ്രായപൂർത്തിയും എത്തിയ അന്ന് മുതൽ
റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ നമ്മൾ ചെയ്തതെല്ലാം എഴുതിയ മലക്കുകൾ അതാ നമ്മൾ മരണത്തിന് ഒരുങ്ങുകയാണ്. അവസാനം ഈ 2 മലക്കുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അവര് യാത്ര ചോദിക്കാൻ വന്നതാ. അവരെ ഇന്ന് കാണും. നല്ല രൂപത്തിൽ അവരെ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ അല്ലേ അസീസ്ക? നല്ല രൂപത്തിൽ നമുക്ക് മരിക്കണ്ടേ? നോക്കൂ, സാലിഹായ മനുഷ്യനാണെങ്കിൽ വലതുഭാഗത്തെ മലക്ക് പറയും, ജസാക്കല്ലാഹു അന്നാ ഖൈറ, ഞങ്ങൾ ഡ്യൂട്ടി അവസാനിപ്പിക്കുക, അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം തരട്ടെ. റുബ്ബ മജ്ലിസി സിദ്ഖിൻ അജ്ലസ്തന വറുബ്ബ അമലിൻ സാലിഹിൻ അഹ്ലർതന. അർത്ഥം മനസ്സിലായില്ലേ? എത്രയോ നല്ല സദസ്സുകളിൽ നിങ്ങൾ ഞങ്ങളെ ഇരുത്തിയിട്ടുണ്ട്. എത്രയോ ഇബാദത്തും അമലുകളും ചെയ്യുമ്പോ നിങ്ങൾ ഞങ്ങളെ സാക്ഷികളാക്കിയിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് നല്ല കൂലി തരട്ടെ, അഥവാ സ്വർഗം തരട്ടെ. നിങ്ങൾ ഉംറയ്ക്ക് പോയി, നിങ്ങളുടെ അമലുകൾ സഫാ മർവയുടെ ഇടയിൽ ഹാജറ ബീവി ഓടിയ സ്ഥലത്ത് നിങ്ങൾ ഓടിയില്ലേ? സഈ ചെയ്തില്ലേ? ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചില്ലേ? നിങ്ങൾ ളുഹാ നിസ്കരിച്ചില്ലേ? നിങ്ങൾ ആരും അറിയാതെ അയൽപക്കത്തെ പാവപ്പെട്ട പൊര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കെട്ടിക്കാൻ, ഇന്നിപ്പോ പൊര നിറഞ്ഞു നിൽക്കുന്നത് പെണ്ണല്ല, ആണുങ്ങളാണ്. കാരണം ആണുങ്ങൾക്ക് ഇന്ന് പെണ്ണിനെ കിട്ടുന്നില്ല, അല്ലേ? രഹസ്യമായി ചെയ്യുന്ന സ്വതഖ അല്ലാഹുവിന്റെ കോപത്തെ കെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. പഴയതുപോലെ 100-101 പവൻ കൊടുക്കാൻ ഇന്നില്ല. നോക്കൂ, 25-ഉം 30-ഉം ഒക്കെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്റെ വിഹിതം ആ പെൺകുട്ടിക്കിരിക്കട്ടെ. 1/2 പവന്റെ ഒരു മോതിരം 1 പവൻ കൊടുക്കുകയാ. നോക്കൂ, ആ സമയത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എത്രയോ നല്ല കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു നിങ്ങളിൽ നിന്ന്. എത്രയോ നല്ല സദസ്സുകളിൽ ഞങ്ങളെ കൊണ്ടുപോയിരുത്തി. അള്ളാഹു നല്ല കൂലി തരും, സ്വർഗം തരും. ജസാക്കല്ലാഹു അന്നാ ഖൈറ. ആ മലക്ക് യാത്ര ചോദിക്കും. ഇനി 2ാമത്തെ മലക്ക് നോക്കൂ, ഒരു തെമ്മാടിയായ മനുഷ്യൻ, ഒരു കാഫിറായ ഒരു യുക്തിവാദി, ഫ്രീ തിങ്കർ, പ്രവാചകനെയും അള്ളാഹുവിനെയും തെറി വിളിക്കുന്ന ഒരു ഫ്രീ തിങ്കറുടെ മലക്ക് വന്നിട്ട് പറയും, ലാ ജസാക്കല്ലാഹു അന്നാ ഖൈറ, നിങ്ങൾക്ക് ഒരു പ്രതിഫലവും കിട്ടാതിരിക്കട്ടെ. റുബ്ബ മജ്ലിസി സൂഇൻ അഹ്ലർതന വറുബ്ബ അമലിൻ ഖബീഹിൻ അഹ്ലർതന. എത്രയോ മോശമായ സദസ്സുകളിൽ നിങ്ങൾ ഞങ്ങളെ ഇരുത്തി, അല്ലേ? നിങ്ങൾ എത്രയോ പാതിരാത്രികളിൽ ബ്ലൂ ഫിലിമുകൾ കണ്ടില്ലേ? ഞങ്ങളെ നിങ്ങൾ സാക്ഷികളാക്കിയില്ലേ? എത്രയോ ദുഷ്കർമ്മങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെ സാക്ഷികളാക്കിയില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരാതെ പോകട്ടെ. ഫദാലിക ശുഹൂസു ബസരി. മുത്തുനബി പറയുകയാണ്, ആ സമയത്ത് അവന്റെ കണ്ണ് ആ മലക്കിലേക്ക് തുറിച്ചു നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു പടച്ചോൻ കാക്കട്ടെ. സൂറത്ത് ഖാഫിൽ ഒരായത്തില്ലേ, ഇന്ന് നാം മറയെ മാറ്റും, അല്ലേ? അങ്ങനെ ആയത്ത്, ഇന്ന് നാം നിങ്ങളുടെ ആഭരണം മാറ്റും. ഇന്ന് ഫബസറുകൽ യൗമ ഹദീദ്, നിന്റെ കണ്ണ് ഇന്ന് മൂർച്ചയുള്ള ഇരുമ്പ് പോലെയാണ്. ഇന്ന് നിന്റെ കണ്ണുകൊണ്ടെല്ലാം കാണുകയാണ്, അല്ലേ? അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നീ റാഹത്തായ മരണം തരണേ. നോക്കൂ, ഇനി ഒരനുഭവം കൂടിയുണ്ട്. അത് സ്വർഗ നരകങ്ങൾ കണ്ടിട്ടല്ലാതെ മരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ അർവാഹു ഇമ്മാ മുനഅമ വ ഇമ്മാ മുഅല്ലബ. ആത്മാക്കൾക്ക് രണ്ടാലൊരവസ്ഥയേ ഉള്ളൂ. ഒന്നുകിൽ അല്ലാഹു അനുഗ്രഹിച്ച സ്വർഗം, അല്ലെങ്കിൽ അല്ലാഹു അതാ പീഡിപ്പിക്കാൻ പോകുന്ന, പണിഷ്മെന്റിന് ശിക്ഷ കൊടുക്കാൻ പോകുന്ന നരകം. ലാ യഖ്റുജു റൂഹുൽ മുഅ്മിനി, മുഅ്മിനിന്റെ റൂഹ് ശരീരത്തിൽ നിന്നും വിട്ടുപിരിയുകയില്ല. ഹത്താ യറാ മകാനഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന്റെ പാർപ്പിടം കാണാതെ. വലാ യഖ്റുജു റൂഹുൽ കാഫിരി, സത്യനിഷേധിയുടെ റൂഹ് വിട്ടുപിരിയുകയില്ല. ഹത്താ യറാ മകാനഹു ഫിന്നാർ, നരകത്തിൽ അവന്റെ പാർപ്പിടം കാണാതെ. അല്ലാഹു കാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് റജബ് മാസം, തൗബ, റജബ് മാസം വിത്തിറക്കേണ്ട മാസമാണ്. ഷഅബാൻ വെള്ളം നനയ്ക്കേണ്ട മാസമാണ്.
റമളാൻ ഉൽപാദനം നോക്കൂ, വിത്തുകൾ മുളച്ചത് കൊയ്തെടുക്കേണ്ട മാസമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റജബിലും ശഅബാനിലും ബർക്കത്ത് തരട്ടെ. റമളാനിൽ തറാവീഹും സകാത്തും ദാനധർമ്മങ്ങളും അൽഹംദുലില്ലാഹ് ഖുർആൻ പാരായണവും ഇഫ്താറും നോമ്പ് തുറയും പള്ളിയിലും വീട്ടിലും കൂട്ടുകാർക്കുമെല്ലാം നല്ല വിഭവസമൃദ്ധമായ നോമ്പ് തുറ കൊടുത്ത് അൽഹംദുലില്ലാഹ് ഫ്രണ്ട്ഷിപ്പ് പുതുക്കേണ്ട മാസം അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഖത്തബന യാഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാനിന്റെ അവസാനം മുത്തുനബി ഞങ്ങൾക്ക് പ്രസംഗം ചെയ്തു. അന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇമാമിങ്ങൾ ആ സമയം വരുമ്പോൾ പറഞ്ഞു തരും. ഷഹ്റു സബ്ർ, റമളാൻ ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുഹു അൽ ജന്ന, ക്ഷമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. അല്ലേ? ചുമ്മാ സ്വർഗം കിട്ടുമോ? ഇല്ല. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ് താ മന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. മൗത്തിന്റെ നേരം മുഅ്മിനായി മരിപ്പിക്കണേ, സമയം ഷഹാദത്തെന്ന നിധിയും നൽകണേ. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുകയാണ്, എന്റെ സച്ചരിതരായ സാലിഹീങ്ങളായ അടിയാറുകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്ത സ്വർഗം, വലാ ഉദുനുൻ സമിഅത്ത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത സ്വർഗം, വലാ ഖതറ അലാ ഖൽബി ബശർ, മനുഷ്യ ഹൃദയത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അചിന്ത്യമായ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സജദയിലെ ആയത്തോതി ഫഖ്റഉ ഇൻ ശിഅ്തും, നിങ്ങൾ സജദയിലെ ആയത്തോതി നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം സുബഹിക്കോതുന്ന സജദയിലെ ആയത്തോതി കണ്ണുകുളിർക്കുന്ന അനുഗ്രഹങ്ങൾ. അൽഹംദുലില്ലാഹ്, അവിടെയാണ് അല്ലാഹു പറഞ്ഞത് എന്തുണ്ട്? അൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മയ്ക്ക് നന്മയല്ലേ പ്രതിഫലം, അല്ലേ? എന്നിട്ട് എന്താ അല്ലാഹു പറഞ്ഞത്? ഫീഹിന്ന ഖാസിറാത്തു തർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ. നല്ല ചുവന്ന ചുഗന്ന അപ്സരസ്സുകൾ നോക്കൂ, ഹൂറുൽ ഹിസാൻ, അല്ലേ? അല്ലേ? ദുനിയാവിലൂടെ പോകുന്ന സ്ത്രീകളെ എന്തിനാ നോക്കുന്നത്? മാഷാ അല്ലാഹ്, സ്വർഗത്തിലെ അപ്സരസ്സുകൾ ഖുർആനിൽ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ഈയിടെ നോക്കിയപ്പോൾ ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു, ഉസ്താദെ നിങ്ങളെയും വിടുന്നില്ല, നിങ്ങളെയും ട്രോളുകയാ. എന്താ ട്രോൾ ചെയ്ത്? സ്വർഗത്തിലെ മദ്യത്തെ പറ്റി ഞാൻ വിശദീകരിച്ചു വരുന്ന സ്ഥലത്ത് അവരുടെ വകയായിട്ട് ഈ കോളാമ്പി എന്നൊക്കെ പറഞ്ഞ ചാനലുണ്ടല്ലോ, കുറെ പേര് ഇങ്ങനെ മുസ്താക്കന്മാരെ പ്രസംഗത്തെ ട്രോളാൻ നിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ആ ട്രോളലിന് ഞാനും വിധേയമായ കാര്യം പറയുകയാണ്. പക്ഷേ ഞാനതൊക്കെ സൂക്ഷിക്കുന്ന ആളാ, പക്ഷെ എന്നെ പോലും വിട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ മദ്യമുണ്ട്. അത് ഖുർആൻ പറഞ്ഞതാ, അത് വേദങ്ങൾ പറഞ്ഞതാ. നോക്കൂ, ഖുർആനിൽ മാത്രമല്ല വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് ആരാണ് മാദകത്തിടമ്പ്, ആരാണ് ഹൂറുൽ ഐൻ, വിടർന്ന കണ്ണ്, അല്ലേ? അതൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല. ആ സ്വർഗം അല്ലാഹു നമുക്ക് നൽകട്ടെ, ആ സ്വർഗം അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് ഉമ്മ പെങ്ങന്മാരെ അല്ലാഹു തന്ന വിഭവങ്ങൾ, അല്ലാഹു നമുക്ക് സമ്പത്ത് തന്നു, അല്ലാഹു നമുക്ക് സ്വർണം തന്നു. ഈ നോക്ക് നിങ്ങൾ, ഹൈന്ദവ ഭക്തജനങ്ങൾ ഈ 1,06,000 രൂപ വന്നിട്ടും അവര് സ്വർണം വാങ്ങിച്ച് ശബരിമലയിലേക്കും അവരുടെ വിശ്വസ്ത ആരാധനാലയങ്ങളിലേക്കും അവരെന്ത് ചെയ്തു? സംഭാവന ചെയ്യുന്നു, അല്ലേ? ഹിന്ദുക്കൾ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പകുതി ബിസിനസ് ഞാൻ ചെയ്യുമ്പോൾ പകുതി അയ്യപ്പന് കൊടുക്കും. അയ്യപ്പനാ പാർട്ട്ണർ. ആരാ പാർട്ട്ണർ? അയ്യപ്പൻ. ഉണ്ടോ? അല്ലാഹു പറഞ്ഞതായിട്ടൊരു ഹദീസിലുണ്ട്, നിങ്ങൾ അനസാലിസു ശരീകൈൻ, 2 പങ്കുകാരിൽ മൂന്നാമത്തവൻ ഞാനാണ്. മാലം യഖുൻ അഹദുഹുമാ അൽ ആഖിറ, രണ്ടാലൊരാൾ അപരനെ വഞ്ചിക്കാത്ത കാലത്തോളം നിങ്ങൾ 2 പേര് കൂടി
ഒരു 10 lakh വീതം എടുത്ത് 20 ലക്ഷത്തിന് ബിസിനസ് തുടങ്ങുന്നു. അള്ളാഹു പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിലെ 3ാമത്തെ പാർട്ട്ണർ. എപ്പോ? നിങ്ങൾ പരസ്പരം വഞ്ചിക്കാത്ത കാലത്തോളം. നീ നിന്റെ കൂറുകാരനെ, പങ്കുകാരനെ വഞ്ചിച്ചാൽ ഞാൻ കൂട്ടുവെട്ടും, ഞാൻ ഇറങ്ങിപ്പോകും, ബിസിനസ് തവിട് പൊടിയാകും. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വഞ്ചിക്കരുത്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ പോയി, സ്വർഗത്തിൽ എത്തി നോക്കിയപ്പോ കണ്ടത് വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു നന്മയ്ക്ക് 10 ഇരട്ടി കൂലി എന്ന് സ്വർഗത്തിൽ എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിന്റെ വാതിൽ മറ്റൊരു സ്ഥലത്ത് എഴുതി വച്ചിരിക്കുന്നു വസ്സദഖത്തു, ദാനധർമ്മം ചെയ്താൽ 18 ഇരട്ടിയാണ്. കണ്ടോ? ഒരു മനുഷ്യൻ വായ്പ മേടിക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുമ്പോഴാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഫ്ളലുൽ ഇബാദത്തി അൽ ഖർളു, നിന്റെ സഹോദരൻ നിന്നോട് വന്ന് വായ്പ ചോദിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. നീ കൊടുക്കണം. കടം ചോദിച്ചാൽ കൊടുക്കണം. ഇന്ന് കടം ചോദിച്ചാൽ കൊടുക്കുവോ അലീക്ക? കൊടുക്കുവോ? എന്താ കിട്ടൂല. അത് തന്നെ, കിട്ടൂല, മാറിപ്പോകും അല്ലേ? മാറിപ്പോകും. ഒരു ദിവസം ഉണ്ട് 1 ലക്ഷം രൂപ കടം കൊടുത്തയാള് പള്ളിയിൽ കയറിയപ്പോ തൊട്ട് പിറകില് ഉടനെ മേടിച്ചയാള് മുസല്ലിയില്ലായി തല അൽഫ് റക്അ, അല്ലാഹു അക്ബർ, ഞാൻ 1000 റക്അത്ത് നിയത്ത് ചെയ്തുകൊണ്ട് പുള്ളി കൈകെട്ടി. 1000 റക്അത്ത് നിസ്കരിച്ചു കഴിയുമ്പോൾ ചുരുങ്ങിയത് 2-3 ദിവസം എടുക്കും അല്ലേ? ആ കൊടുത്തയാൾ ഓടിപ്പോയെന്നാ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ? ഇസ്ലാം ആൻഡ് ഫൈനാൻസ് ഭയങ്കര ടോപ്പിക്കല്ലേ? ബഹുമാനപ്പെട്ടവരെ, നമ്മൾ അതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഇന്നും നമ്മുടെ ഉമ്മത്തി കഥ മാത്രം കേട്ടിങ്ങനെ സുഖിച്ചിങ്ങനെ എഴുന്നേറ്റു പോകും, എന്തെങ്കിലും സ്വതക്കയും ചെയ്യും. സുഹൃത്തുക്കളെ, കഥ മാത്രം കേട്ടാ പോരാ. ഖുർആൻ ഒരു വലിയ മുതലാളിയുടെ കഥ പറയുന്നുണ്ട്. ഖാറൂൻ മുതലാളി. ഖാറൂൻ മൂസാ നബിയുടെ ദുആ ബർക്കത്ത് കൊണ്ട് മുതലാളിയായി വന്നു. 1000-ന് 1 വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോ, ഇതൊക്കെ നീ ഉണ്ടാക്കിയതാണ് മൂസ, തരൂല്ല. വലിയ സംഭവമല്ലേ? അതൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ ഉസ്താദെ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ മിൻ ഉസ്ബതി ഉലിൽ ഖുവ. അല്ലാഹു തആല പറയുകയാണ്, 60 കഴുതകൾ ചുമക്കാവുന്ന താക്കോലുകൾ വഹിക്കുന്ന വലിയ ഒരു മുതലാളി, ഖജനാവിന്റെ ഉടമസ്ഥൻ ഖാറൂൻ മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചു. പിതൃവ്യ പുത്രനാ. കണ്ടില്ലേ? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ വബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. ഒരു സംഘം ആളുകൾ ചുമക്കുന്ന ഖജനാവിന്റെ താക്കോലുള്ള മുതലാളി. അയാള് പണമുണ്ടായി അഹങ്കരിച്ച് ജനങ്ങളുടെ മുമ്പിൽ പണത്തിന്റെ പളുവളുപ്പിങ്ങനെ കാണിച്ച് ജീവിക്കാൻ തുടങ്ങി. ജനത എന്തു പറഞ്ഞു? ലാ തഫ്റഹ് ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഓവറായിട്ട് നീ അഹങ്കരിക്കരുതേ. അല്ലാഹു പണം കൊണ്ട് ദൂർത്തടിച്ച് ഓവറായി അഹങ്കരിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. നോക്കൂ, ആ മനുഷ്യൻ എന്തായി തീർന്നു? അയാളെയും അയാളുടെ കോട്ട കൊത്തളങ്ങളെയും ഭൂമിയെ കൊണ്ട് നാം അതാ ഭൂമി വാവിളർന്നു, ഇന്നും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാ. അവിടെയാണ് ഇന്ന് കൈറോ പട്ടണത്തിന്റെ, ഈജിപ്തിന്റെ ക്യാപിറ്റൽ സിറ്റി കൈറോ പട്ടണത്തിന്റെ വേസ്റ്റ് വാട്ടർ പോയി വീഴുന്ന ഡ്രെയിനേജ് ഈ ഖാറൂനെയും ഖാറൂന്റെ സമ്പത്തിനെയും വാവിളർത്തിയ ഭൂമിയുടെ ഉള്ളിലേക്കാണ്. ഫലസ്തീൻ യാത്ര പോയാൽ നിങ്ങൾക്കത് കാണാം. ഫിർഔനെ ഈജിപ്റ്റ് മ്യൂസിയത്തിൽ നിങ്ങൾക്ക് കാണാം. ഒരു എംബാമും ചെയ്യാതെ അള്ളാഹു നിന്നെ ഞാൻ രക്ഷിക്കുമെടാ, പിന്നീട് വരുന്ന ഫാസിസ്റ്റുകൾക്ക് ഗുണപാഠമായി കൊണ്ടെന്ന് അള്ളാഹു പറഞ്ഞ ഫറോവ റംസിസ് രണ്ടാമൻ, അയാളുടെ വയറൊന്നും പിളർത്തി എംബാം ചെയ്തിട്ടില്ല. അള്ളാഹ് തന്നെ ഏറ്റെടുത്തതാ. ആ ശരീരം നശിക്കുകയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിലുണ്ട്. സഹോദരിമാരെ, നമ്മുടെ മലക്കുകൾ സന്തോഷിക്കട്ടെ. നമ്മൾ നിശയുടെ നിശബ്ദതയിൽ, എനിക്കറിയാം എത്രയോ ഉമ്മപെങ്ങന്മാർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്, ളുഹാ നിസ്കരിക്കുന്നവരുണ്ട്, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, നമ്മുടെ ഉസ്താദന്മാർക്ക് പള്ളിയിലേക്ക് ഭക്ഷണം കൊടുത്തു വിടുന്നവരുണ്ട്.
എല്ലാവർക്കും അതിന് കഴിയില്ല. ഗസ്റ്റിനെ ബഹുമാനത്തിൽ സ്വീകരിക്കുന്നവരുണ്ട്. മുത്തുനബി പറഞ്ഞു, വീട്ടിൽ ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റിന് വേണ്ടി 1 ദിർഹം ചെലവഴിച്ചാൽ 1000 ദിർഹം ചെലവഴിച്ചവനെ പോലെയാണ്. 1000 ദിർഹം. മിനിഞ്ഞാന്ന് മൂവാറ്റുപുഴ കാലാമ്പൂരാണ് പറഞ്ഞത്. നോക്കൂ, ഒരു പ്രവാചകൻ ഉണ്ടാക്കിയ ഭക്ഷണം 15 പേരാണ് അവിടെ കഴിച്ചത്. കമ്മിറ്റിക്കാരും മുൻ കമ്മിറ്റിക്കാരും ഫ്രണ്ട്സും ഒക്കെ വന്ന് കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയ. ഇന്നും എനിക്കത് കാണാൻ സാധിച്ചു ഷംസുക്കാടെ വീട്ടിൽ. മാഷാ അല്ലാ, ഭക്ഷണം കൊടുക്കണം. കാരണം അതിലൂടെ നമുക്ക് സ്നേഹം അരക്കിട്ടുറപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖബർ കാണുമ്പോൾ കരയും. എന്തിനാ അവിടെ സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും പറയുമ്പോൾ കരയാറില്ലല്ലോ? ഖബർ കാണുമ്പോൾ കരയുന്നത് എന്തിനാ? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. സമ്പാദ്യ മുതലിൽ നിന്ന് 3 അക്ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. സബഅത്തുൻ, മുത്തുനബി പറഞ്ഞ ഈ ഹദീസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സബഅത്തുൻ യജ്രി അജ്റുഹു ഫീ ഖബരിഹി ബഅദ മൗതി, മരണശേഷം 7 മീറ്റർ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അതാ ഖബറിന്റെ ആഴത്തിലേക്ക് 3 അടി വീതിയും 3 അടി വീതി മാത്രമുള്ള ഇടുങ്ങിയ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അതാ മുകളിൽ കല്ല് നിരത്തി അല്ലെങ്കിൽ പലക നിരത്തി മണ്ണിട്ട് നമ്മളെല്ലാം ഖബറടക്കി കഴിയുമ്പോൾ 7 അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഖബറിലേക്ക് വരും കേട്ടോ. മൻ അല്ലമ ഇൽമാ, നീ ഇൽമു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രകാശം ഖബറിലേക്ക് വരും. നീ ഇൽമു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുതഅല്ലിമിനെ അല്ലെങ്കിൽ ഒരു മുഅല്ലിം, കുഞ്ഞുങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിമിന്റെ ശമ്പളം നീ ഏറ്റെടുത്താൽ, ഭക്ഷണം നീ ഏറ്റെടുത്താൽ, മദ്രസയ്ക്ക് 1 ചാക്ക് സിമന്റ് നീ കൊടുത്താൽ, ഇൽമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഖിദ്മത്ത് ചെയ്താൽ അതിന്റെ പ്രകാശം ഖബറിലേക്ക് വരും. മൻ അല്ലമ ഇൽമ ഔ അജ്റാ നഹ്റാ, വെള്ളമില്ലാത്ത സ്ഥലത്തൊരു കനാല് നീ കീറി കൊടുത്താൽ, ഔ ഹഫറ ബിറാ, ഒരു സ്ഥലത്ത് വെള്ളമില്ല അവിടെ ഒരു കിണർ നീ കുഴിച്ചു കൊടുത്താൽ നിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വരും. നോക്കൂ, പള്ളിയില്ലാത്ത സ്ഥലത്ത് ഔ ബനാ മസ്ജിദ, അല്ലെങ്കിൽ നീ ഒരു പള്ളി പണിത് കൊടുത്താൽ തീർന്നില്ല. ഔ അറസ നഖ്ല, അല്ലെങ്കിൽ നീ പബ്ലിക്കിന് വേണ്ടി ഈന്തപ്പന നട്ടുപിടിപ്പിച്ച് അതിൽ ഈന്തപ്പഴമുണ്ടായി അത് പബ്ലിക്ക് വന്ന് കഴിക്കുന്നു, പക്ഷികളും വന്ന് കഴിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അതിന്റെ പ്രതിഫലം നിന്റെ ഖബറിലേക്ക് വരും. ഔ വറസ മുസ്ഹഫ, നീ ഒരു മുസ്ഹഫ് ഉമ്മത്തിന് നൽകുന്നു അനന്തരാവകാശമായിട്ട്, അതാ ആ ഖുർആൻ എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നു. അവസാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഔ തറക വലദൻ യസ്തഗ്ഫിറുല്ലഹ്, നീ നിനക്ക് അല്ലാഹു തന്ന ഒരു മകന് ദീൻ കൊടുത്തു, സംസ്കാരം കൊടുത്തു, അദബ് കൊടുത്തു, ആ കുഞ്ഞിനെ മക്കളെ നിങ്ങൾ സ്നേഹിച്ചു, അവസാനം നിന്റെ ഖബറിങ്കൽ വന്നിട്ട് അസ്സലാമു അലൈക യാ അബീ എന്ന് കരഞ്ഞുകൊണ്ട് സലാം പറയുന്ന ഒരു പുത്രനെ നീ ദുനിയാവിൽ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഖബറിലേക്ക് ഉപകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.